ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാപ്പിക്സ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പ് 20 ബെസ്റ്റ് സെല്ലിംഗ് SUVs ഓഫ് ഇന്ത്യ ആണ്. അതായത് 2021 ജൂൺ മാസത്തിൽ ഏറ്റവും അധികം വിറ്റ് പോയിട്ടുള്ള 20 SUVസിനെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യാൻ പോകുന്നത്. ഒരു പെർട്ടിക്കുലർ സെഗ്മെൻറ്റ് മാത്രമല്ല, ടോട്ടൽ ഇന്ത്യയിലുള്ള ഓൾമോസ്റ്റ് എല്ലാ SUV സെഗ്മെൻറ്റും തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കവർ ചെയ്യുന്നതായിരിക്കും. സോ ആദ്യം തന്നെ 20ാമത്തെ പൊസിഷനിൽ വരുന്ന ഫോർഡിൻ്റെ എൻഡേവർ ആണ്. ഈ എൻഡേവർ ശരിക്കും ഈ ഒരു സെഗ്മെൻറ്റിൽ, അതായത് നമ്മുടെ ഡി സെഗ്മെൻറ്റ് അല്ലെങ്കിൽ ഫുൾ സൈസ് SUV സെഗ്മെൻറ്റിൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വാഹനം തന്നെയാണ്. കൂടുതലും എൻഡേവറും ഫോർച്യൂണറും തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ ഏറ്റവും അധികം വിറ്റ് പോകാറുള്ളത്. എൻഡേവറിന് കഴിഞ്ഞ മാസം ടോട്ടൽ ലഭിച്ചിരിക്കുന്ന സെയിൽസ് എന്ന് പറയുന്നത് 892 യൂണിറ്റ്സിൻ്റേതാണ്. പക്ഷേ ഇവിടെ ചെറിയൊരു വ്യത്യാസം വന്നിരിക്കുന്നത്, മിക്ക മാസങ്ങളിലും എൻഡേവറിൻ്റെ സെയിൽസ് ഫോർച്യൂണറിൻ്റെ സെയിൽസിനേക്കാളും കുറച്ചും കൂടെ താഴത്തായിരിക്കും ഉണ്ടാകുന്നത്. ജസ്റ്റ് എന്തായാലും 100-150 യൂണിറ്റ്സിൻ്റെ താഴെ ആയിരിക്കും എൻഡേവറിൻ്റെ സെയിൽസ് വരാറുള്ളത്. പക്ഷേ ഈ മാസം അല്ലെങ്കിൽ കഴിഞ്ഞ മാസം എൻഡേവർ ഫോർച്യൂണറിനെ ഔട്ട്സെൽ ചെയ്തിരിക്കുകയാണ്. എൻഡേവറിൻ്റെ സെയിൽസ് ഫോർച്യൂണറിൻ്റെ സെയിൽസിനെ വെച്ച് നോക്കുമ്പോൾ കൂടുതലാണ്. ഇനി അടുത്ത വാഹനം, അതായത് 19th പൊസിഷനിൽ നിൽക്കുന്ന മഹീന്ദ്രയുടെ ഥാറാണ്. ഥാർ ഒരു ബേസിക്കലി ഒരു ലാഡർ ഓൺ ഫ്രെയിം, ഒരു ഓഫ് റോഡിംഗ് ടൈപ്പ് SUV ആണ്, ഒരു ലൈഫ് സ്റ്റൈൽ വെഹിക്കിളാണ് ഥാർ. ഥാർ 2020 ഇറങ്ങിയത്. ഇറങ്ങിയ സമയത്ത് വളരെ ഒരു ബമ്പർ ഹിറ്റായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു. ഒരുപാട് വെയിറ്റിംഗ് പീരീഡൊക്കെ ഇപ്പോഴും ഉള്ളൊരു വാഹനം തന്നെയാണ് മഹീന്ദ്രയുടെ ഥാർ. ഥാറിന് കഴിഞ്ഞ മാസം ലഭിച്ചിരിക്കുന്ന ടോട്ടൽ സെയിൽസ് നോക്കാനാണെങ്കിൽ 1065 യൂണിറ്റ്സിൻ്റേതാണ്. സോ ഥാറിന് ലഭിച്ച ഒരു ഹൈപ്പ് വെച്ചിട്ടുള്ള സെയിൽസ് ഇപ്പോൾ വരുന്നില്ലെങ്കിലും അത് മഹീന്ദ്രയുടെ പ്രൊഡക്ഷൻ കുറവായതുകൊണ്ടായിരിക്കാനാണ് സാധ്യത. അവർക്ക് അത്രയധികം ഈ ഒരു വാഹനം പ്രൊഡ്യൂസ് ചെയ്ത് എടുക്കാൻ പറ്റുന്നില്ല. അതായത് ഈ വാഹനത്തിന് വരുന്ന റിക്വയർമെൻറ്റ്സിനനുസരിച്ചുള്ള പ്രൊഡക്ഷൻ അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അത്രയധികം ഈ ഒരു വാഹനത്തിന് സെയിൽസ് വരാത്തത്. ഇനി നമുക്ക് അടുത്ത വാഹനത്തിലേക്ക് പോകാം. 18th പൊസിഷനിൽ നിൽക്കുന്ന അടുത്ത വാഹനം മാരുതി സുസുക്കിയുടെ എസ്-ക്രോസ് ആണ്. 1441 യൂണിറ്റ്സ് ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ടോട്ടൽ കഴിഞ്ഞ മാസം വിറ്റ് പോയിരിക്കുന്നത്. ആക്ച്വലി മാരുതി സുസുക്കിയുടെ ഭാഗത്തു നിന്ന് വരുന്ന ആകെ ഒരേ ഒരു വാഹനമാണ് SUV എന്ന പേരിൽ ഇത്രയും കുറവ് യൂണിറ്റ്സിൽ വിറ്റ് പോകുന്നത്. ശരിക്കും 1441 യൂണിറ്റ്സ് എന്ന് പറയുന്ന സെയിൽസ് അത്ര മോശം സെയിൽസ് ഒന്നും അല്ലെങ്കിലും മാരുതിയെ വെച്ച് നോക്കുമ്പോൾ എന്തായാലും വളരെ കുറവ് സെയിൽസ് തന്നെയാണ്. ബട്ട് സ്റ്റിൽ 18th പൊസിഷനിൽ നിൽക്കുന്ന ഒരു ടോപ്പ് സെല്ലിംഗ് SUV മാരുതി സുസുക്കിയുടെ എസ്-ക്രോസ് തന്നെയാണ്. ഇനി നമ്മുടെ അടുത്ത 17th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ടാറ്റയുടെ സഫാരിയാണ്. സഫാരി 2021 പുതിയ മോഡൽ, അതായത് ലേറ്റസ്റ്റ് നെക്സ്റ്റ് ജനറേഷൻ മോഡൽ ടാറ്റ അവതരിപ്പിച്ച്. ആൻഡ് ഇതൊരു 7 സീറ്റർ ഒരു മോണോകോക്ക് പ്ലാറ്റ്ഫോമിൽ ബേസ് ചെയ്തിരിക്കുന്ന വാഹനമാണ്. പണ്ടത്തെ സഫാരിയെ പോലെ ഇപ്പോൾ 4 വീൽ ഡ്രൈവ് സിസ്റ്റം അല്ലെങ്കിൽ ലാഡർ ഓൺ ഫ്രെയിം SUVയിൽ ലാഡർ ഓൺ ഫ്രെയിം പ്ലാറ്റ്ഫോമിൽ ബേസ് ചെയ്തിരിക്കുന്ന ഒരു ടിപ്പിക്കൽ SUV അല്ല ഇപ്പോൾ നിലവിലുള്ള സഫാരി. ഇറ്റ്സ് ബേസിക്കലി 7 സീറ്റർ കംഫർട്ട് ഓറിയൻറ്റഡ്, ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു വാഹനമാണ് ഇപ്പോൾ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സഫാരി. സഫാരിക്ക് കഴിഞ്ഞ മാസം ജൂണിൽ ലഭിച്ച ടോട്ടൽ സെയിൽസ് 1730 യൂണിറ്റ്സിൻ്റേതാണ്. ഇത് വരുന്ന സെഗ്മെൻറ്റിൽ എന്തായാലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് ടാറ്റയുടെ സഫാരി കാഴ്ചവെച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ അടുത്ത 16ാമത്തെ പൊസിഷനിൽ വരുന്ന വാഹനം റെനോയുടെ കൈഗർ ആണ്. കൈഗർ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു സബ് കോമ്പാക്ട് SUV സെഗ്മെൻറ്റിൽ വരുന്നൊരു വാഹനമായിട്ട് വേണമെങ്കിൽ പറയാം. കാരണം ഇതിൻ്റെ പ്രൈസ് കൊണ്ടും അതുപോലെ ഇതിൻ്റെ സൈസ് കൊണ്ട് ആക്ച്വലി ലെങ്ത്തിൻ്റെ കാര്യത്തിൽ അത്ര കോമ്പാക്റ്റ് അല്ലെങ്കിലും ഓവറോൾ വിഡ്ത്തിൻ്റെ കാര്യത്തിലും ഹൈറ്റിൻ്റെ കാര്യത്തിലൊക്കെ കോമ്പറ്റീറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് താഴെയാണ് ഈ വാഹനത്തിൻ്റെ പൊസിഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിൻ്റെ കഴിഞ്ഞ മാസം ലഭിച്ചിരിക്കുന്ന ഓവറോൾ സെയിൽസ് നോക്കാനാണെങ്കിൽ ഇറ്റ്സ് 2035 യൂണിറ്റ്സ്, 2035 യൂണിറ്റ്സിൻ്റെ സെയിൽസാണ് ജൂണിൽ ഈ വാഹനത്തിന് ഓവറോൾ ലഭിച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ അടുത്ത വാഹനം, അതായത് 15th പൊസിഷനിൽ നിൽക്കുന്ന അടുത്ത വാഹനം, അതും ടാറ്റയുടെ ഒരു വാഹനം തന്നെയാണ്. ടാറ്റയുടെ ഹാരിയർ ആണ് 15th പൊസിഷനിൽ നിൽക്കുന്നത്. 2041 യൂണിറ്റ്സ് ആണ് ടാറ്റ ഹാരിയറിന് ഓവറോൾ വിറ്റ് പോയിരിക്കുന്നത് കഴിഞ്ഞ മാസം. ആൻഡ് ഹാരിയർ എന്ന് പറയുമ്പം ഇതും ഒരു മിഡ് സൈസ് 5 സീറ്റർ SUV ആണ്. ഇതിനെ കോമ്പറ്റീറ്റേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വീണ്ടും ഒരു ഡീസൻറ്റ് സെയിലാണ് ഈ വാഹനം കാഴ്ചവെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ അടുത്ത വാഹനത്തിലേക്ക് പോകാം. അതായത് 14th പൊസിഷനിൽ നിൽക്കുന്ന നമ്മുടെ അടുത്ത വാഹനം ടൊയോട്ടയുടെ റീബാഷ്ഡ് മാരുതി സുസുക്കി വിറ്റാര ബ്രസയാണ്, ഓറെൽസ് ടൊയോട്ടയുടെ അർബൻ ക്രൂസറാണ്. അർബൻ ക്രൂസറിന് കഴിഞ്ഞ മാസം ടോട്ടൽ സെല്ലായി പോയിരിക്കുന്നത് 2084 യൂണിറ്റ്സ് ആണ്. അതായത് ഓൾമോസ്റ്റ് 2084 യൂണിറ്റ്സിൻ്റെ സെയിൽസ് ആണ് കഴിഞ്ഞ മാസം അർബൻ ക്രൂസറിന് ലഭിച്ചിരിക്കുന്നത്. ആക്ച്വലി ഇതിന് മുമ്പുണ്ടായിരുന്ന മാസം, അതായത് മെയ്യിൽ വളരെ കുറവ് സെയിൽസ് ആയിരുന്നു അർബൻ ക്രൂസറിന് ലഭിച്ചിരുന്ന. ഏകദേശം 250-ലും താഴെയായിരുന്നു അർബൻ ക്രൂസറിൻ്റെ സെയിൽസ്. പക്ഷേ ഈ മാസം വീണ്ടും, അതായത് ജൂണിൽ വീണ്ടും സെയിൽസ് തിരിച്ചു പിടിച്ചിട്ടുണ്ട് ഈ ഒരു വാഹനം. 2000-ന് മുകളിലേക്കായി വീണ്ടും ഈ ഒരു വാഹനത്തിൻ്റെ സെയിൽസ്. ഇനി നമുക്ക് എന്തായാലും അടുത്ത വാഹനത്തിലേക്ക് പോകാം. സോ നമ്മുടെ 13ാമത്തെ പൊസിഷനിൽ നിൽക്കുന്ന അടുത്ത വാഹനം MG ഹെക്ടർ ആണ്, ഓർ മേ ബി മോറിസ് ഗാരേജസിൻ്റെ ഹെക്ടർ ആണ്. ഈ വാഹനത്തിന് കഴിഞ്ഞ മാസം ടോട്ടൽ ലഭിച്ചിരിക്കുന്ന സെയിൽസ് എന്ന് പറയുന്നത് 3002 യൂണിറ്റ്സിൻ്റെതാണ്, ഓറൽസ് 3002 യൂണിറ്റ്സിൻ്റെ സെയിൽസ് ആണ് ഈ വാഹനത്തിന് കഴിഞ്ഞ മാസം ടോട്ടൽ ലഭിച്ചിരിക്കുന്നത്. ആൻഡ് ഇത് വരുന്ന സെഗ്മെൻറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായും ഹാരിയറിനും കൂടുതൽ ഈ ഒരു വാഹനത്തിന് സെയിൽസ് ഉണ്ട്. പക്ഷേ കോമ്പസ് ഈ സെഗ്മെൻറ്റിലല്ല
ഇതിൻ്റെ തൊട്ട് മുകളിലുള്ള സെഗ്മെൻറ്റിൽ വരുന്ന വാഹനമാണെങ്കിലും സൈസ് വൈസ് ഓൾമോസ്റ്റ് സെയിം ആയതുകൊണ്ട് കോമ്പസിനേക്കാൾ കൂടുതൽ സെയിൽസ് അതുപോലെ ഹാരിയറിനേക്കാൾ കൂടുതൽ സെയിൽസും ഈ ഒരു വാഹനത്തിന് തന്നെയാണ് ലഭിക്കുന്നത്. സോ ഇതിൻ്റെ സെഗ്മെൻറ്റിൽ വെച്ച് നോക്കാനാണെങ്കിൽ ഈ വാഹനം തന്നെയാണ് ഇപ്പം നിലവിൽ കഴിഞ്ഞ മാസം ടോപ്പ് സെല്ലിംഗ് വാഹനമായിട്ട് പറയാൻ പറ്റുന്നത്. കഴിഞ്ഞ മാസത്തെ മാത്രം ഇത് എന്തായാലും വേരി ചെയ്യുന്ന ഒരു കണക്കാണ്, ബട്ട് സ്റ്റിൽ കഴിഞ്ഞ മാസത്തെ ടോപ്പ് സെല്ലിംഗ് ഇതാണ്. ഇനി അടുത്തത്, അതായത് നമ്മുടെ 12ാമത്തെ പൊസിഷനിൽ നിൽക്കുന്ന അടുത്ത വാഹനം, ഇതൊരു ലേറ്റസ്റ്റ് സെഗ്മെൻറ്റ് എൻട്രി ആണ്. മേ ബി ഒരു പുതിയ വാഹനമാണ്, ഓക്കെ. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ക്രെറ്റയിൽ തന്നെ ബേസ് ചെയ്തിരിക്കുന്ന ഒരു വാഹനമാണിത്, അല്ലെങ്കിൽ i20യുടെ പ്ലാറ്റ്ഫോമിൽ ബേസ് ചെയ്തിരിക്കുന്ന ഒരു വാഹനമാണിത്. ആൻഡ് ദാറ്റ്സ് ഹുണ്ടൈ അൽക്കസാർ. ഹുണ്ടൈ അൽക്കസാറിന് കഴിഞ്ഞ മാസം ജൂണിൽ ടോട്ടൽ ലഭിച്ചിരിക്കുന്ന സെയിൽസ് 3103 യൂണിറ്റ്സിൻ്റെതാണ്. നമുക്കെല്ലാവർക്കും അറിയാം ഈ വാഹനം ഒരു ലേറ്റസ്റ്റ് എൻട്രി ആണ് മാർക്കറ്റിലേക്ക്. പക്ഷേ വന്ന വഴി ക്ലിക്കായി എന്ന് പറയാൻ പറ്റുന്നൊരവസ്ഥയാണ് ഈ വാഹനത്തിന് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നല്ല സെയിൽസ് തന്നെ ഈ വാഹനത്തിന് ലഭിക്കുന്നുണ്ട്. ഇനി അടുത്ത 11ാമത്തെ പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നിസാൻ്റെ മാഗ്നൈറ്റ് ആണ്. മാഗ്നൈറ്റ് എഗെയിൻ ഇതൊരു സബ് കോമ്പാക്ട് SUV, കൈഗറിൻ്റെ സെയിം പ്ലാറ്റ്ഫോമിൽ തന്നെ, അതായത് CMF+ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ബേസ് ചെയ്തിരിക്കുന്ന അടുത്തൊരു വാഹനമാണ്. ആൻഡ് ഞാൻ പറഞ്ഞു ഡയമെൻഷൻസ് വൈസ് ആൻഡ് സൈസ് വൈസ് കുറച്ച് കോമ്പാക്റ്റ് ആയിട്ടുള്ള വാഹനമാണെങ്കിലും ഈ രണ്ട് വാഹനങ്ങളിലും, അതായത് കൈഗറിലും മാഗ്നൈറ്റിലും അത്യാവശ്യം സ്പേസ് ഉണ്ട്, ഫീച്ചേഴ്സ് ഉണ്ട്, പ്രൈസും വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ള കോമ്പാക്ട് SUVസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു സെയിൽസ് തന്നെ ഈ വാഹനങ്ങൾക്കെല്ലാം ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നിസാൻ എന്ന ഒരു കമ്പനിയെ വെച്ച് നോക്കുമ്പോൾ നല്ല സെയിൽസ് തന്നെയാണ് ഈ വാഹനത്തിനൊക്കെ ലഭിച്ചു പോകുന്നത്. സോ ഓവറോൾ ഈ വാഹനത്തിന് കഴിഞ്ഞ മാസം ലഭിച്ചിരിക്കുന്ന സെയിൽസ് 3252 യൂണിറ്റ്സിൻ്റെതാണ്. ആൻഡ് നിസാനെ വെച്ച് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു വളരെ നല്ല സെയിൽസ് ഫിഗർ ആണ് ഇത്. കഴിഞ്ഞ വർഷത്തെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ നല്ല എക്സ്ട്രീംലി നല്ല സെയിൽസ് ഫിഗേഴ്സ് ആണ് നിസാനെ വെച്ച് നോക്കുമ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ അടുത്ത വാഹനം ഫോർഡിൻ്റെ ഇക്കോസ്പോർട്ടാണ്. അതായത് 10th പൊസിഷനിൽ നിൽക്കുന്ന അടുത്ത വാഹനം ഫോർഡ് ഇക്കോസ്പോർട്ട് ആണ്. ആൻഡ് ഇക്കോസ്പോർട്ടിന് കഴിഞ്ഞ മാസം ലഭിച്ചിരിക്കുന്ന ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത് 3511 യൂണിറ്റ്സിൻ്റെതാണ്. ഈ ഒരു സെഗ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്, അതായത് അണ്ടർ 4 മീറ്റേഴ്സ് സെഗ്മെൻറ്റിൽ വരുന്ന ഒരു കോമ്പാക്ട് SUV സെഗ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് ഫോർഡിൻ്റെ ഇക്കോസ്പോർട്ട് തന്നെയാണ്. പക്ഷേ ഇപ്പം നിലവിൽ അത്രയധികം ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വാഹനമൊന്നും അല്ല ഫോർഡിൻ്റെ ഇക്കോസ്പോർട്ട്. ബട്ട് സ്റ്റിൽ ഫോർഡ് എന്ന ഒരു വാഹനത്തെ വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഫോർഡ് എന്ന ആസ് എ ഒരു കമ്പനിയെ വെച്ച് നോക്കുമ്പോൾ ഇത് തന്നെയാണ് അവരുടെ ഒരു ബെസ്റ്റ് സെല്ലിംഗ് വാഹനമായിട്ട് പറയാനുള്ളത്. കാരണം മറ്റുള്ള ഇപ്പം ഫിഗോ ആണെങ്കിലും ആസ്പയർ ആണെങ്കിലും ഫ്രീ സ്റ്റൈൽ ആണെങ്കിലും എല്ലാം അണ്ടർ പെർഫോമിംഗ് ആണ്. കംപ്ലീറ്റ്ലി ഒരു സെയിൽസ് വളരെ ലോ ആണ് വാഹനങ്ങളുടെ എല്ലാം. അടുത്തതായി 9th പൊസിഷനിൽ നിൽക്കുന്ന മഹീന്ദ്രയുടെ ഒരു സ്കോർപിയോ എന്ന് പറയുന്ന വാഹനമാണ്. സ്കോർപിയോ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ലാഡർ ഓൺ ഫ്രെയിം പ്ലാറ്റ്ഫോമിൽ ബേസ് ചെയ്തിരിക്കുന്ന ഒരു ടിപ്പിക്കൽ ഒരു 4x4 SUV ആണ് സ്കോർപിയോ. ഓഫ് റോഡിന് ഉപയോഗിക്കാം, ഓൺ റോഡിലും വലിയ തെറ്റില്ലാതെ ഉപയോഗിക്കാം. ഈവൻ ദോ നല്ല രീതിയിൽ തന്നെ ബോഡി റോളൊക്കെ ഉണ്ടെങ്കിലും നല്ലൊരു ടിപ്പിക്കൽ ലൈഫ് സ്റ്റൈൽ വെഹിക്കിൾ ആണ് ഇപ്പോഴും മഹീന്ദ്രയുടെ സ്കോർപിയോ. അതുകൊണ്ട് തന്നെയാണ് ടോപ്പ് 20 ലിസ്റ്റിൽ 9th പൊസിഷനിൽ ഇപ്പോഴും സ്കോർപിയോ നിലനിന്ന് പോകുന്നത്. നമുക്കറിയാം ഈവൻ ദോ സ്കോർപിയോയുടെ ഒരു പുതിയ നെക്സ്റ്റ് ജനറേഷൻ മോഡൽ അടുത്ത് വരുന്നുണ്ടെങ്കിലും ഇപ്പോഴും ആളുകൾ സ്കോർപിയോ വാങ്ങുന്നുണ്ട്. സോ ഓവറോൾ കഴിഞ്ഞ മാസം സ്കോർപിയോയ്ക്ക് ലഭിച്ചിരിക്കുന്ന ടോട്ടൽ സെയിൽസ് 4160 യൂണിറ്റ്സിൻ്റെതാണ്. ആൻഡ് ഇനിയൊരു പുതിയ ജനറേഷൻ മോഡൽ വരുന്നുണ്ട് എന്നറിയുന്നതോടുകൂടി എന്തായാലും ഇതിൻ്റെ സെയിൽസ് ഇതിൽ കൂടുതൽ വർദ്ധിക്കാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. ഇനി അടുത്തതായി നമ്മുടെ 8ാമത്തെ പൊസിഷനിൽ നിൽക്കുന്നത് മഹീന്ദ്രയുടെ ഒരു വാഹനം തന്നെയാണ്. മഹീന്ദ്രയുടെ XUV 300 എന്ന് പറയുന്ന ഒരു വാഹനമാണിത്. ഇതും ഒരു കോമ്പാക്ട് SUV സെഗ്മെൻറ്റിൽ വരുന്ന വാഹനമാണ്. അണ്ടർ 4 മീറ്റേഴ്സ് അല്ലെങ്കിൽ സബ് 4 മീറ്റേഴ്സ് കോമ്പാക്ട് SUV സെഗ്മെൻറ്റിൽ വരുന്ന ഒരു വാഹനമാണിത്. ആൻഡ് ഇതും ഡീസൻ്റ്ലി പെർഫോം ചെയ്യുന്നുണ്ട്. ഡീസൻ്റ്ലി അല്ല, ആക്ച്വലി ഇത് അബവ് ആവറേജ് പെർഫോമൻസ് ആണ് ഈ ഒരു വാഹനത്തിൻ്റെത്. കാരണം ഇതിനു മുമ്പ് ഈ വാഹനത്തിൻ്റെ സെയിൽസ് എല്ലാം 2000 അല്ലെങ്കിൽ 3000 യൂണിറ്റ്സിനൊക്കെ താഴെയായിരുന്നു. പക്ഷേ കഴിഞ്ഞ മാസം ഈ വാഹനം ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ തിരിച്ചു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ മാസം ജൂണിൽ XUV 300 ടോട്ടൽ ലഭിച്ചിരിക്കുന്ന 4615 യൂണിറ്റ്സിൻ്റെ സെയിൽസ് ആണ്. XUV 300 വെച്ച് നോക്കുമ്പോൾ എന്തായാലും വളരെ നല്ലൊരു സെയിൽസ് ഫിഗർ തന്നെയാണ് ഇത്. കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞ മാസം അല്ലെങ്കിൽ അതിന് മുമ്പത്തെ മാസങ്ങളിൽ ഈ വാഹനത്തിൻ്റെ പെർഫോമൻസ് അത്ര നല്ലതായിരുന്നില്ല. ഇനി അടുത്തതായി 7th പൊസിഷനിൽ നിൽക്കുന്ന നമ്മുടെ അടുത്ത വാഹനം ഹുണ്ടയുടെ വെന്യൂ ആണ്. ഹുണ്ടൈ വെന്യൂ കഴിഞ്ഞ മാസം ടോട്ടൽ ലഭിച്ചിരിക്കുന്ന സെയിൽസ് 4865 യൂണിറ്റ്സിൻ്റെതാണ്. ആൻഡ് ഹുണ്ടയുടെ ഒരു വാഹനം എന്ന പേരിൽ വെച്ച് നോക്കുമ്പോൾ ഒരു ഡീസൻറ്റ് സെയിൽസ് ഫിഗർ ആണ് ഇപ്പോൾ വെന്യൂവിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അബോ ആവറേജ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സെയിൽസ് അല്ല, ജസ്റ്റ് ആവറേജ് സെയിൽസ് ആണ് ഇപ്പോൾ വെന്യൂവിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് വെന്യൂവിന് ആക്ച്വലി ഈ ഒരു രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ സെയിൽസ് ഓവറോൾ ലഭിച്ച് പൊക്കോണ്ടിരുന്നത്. ആ ലോഞ്ച് ചെയ്ത സമയത്താണ് നല്ല രീതിയിൽ ഇതിന് സെയിൽസ് ലഭിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ എല്ലാം ഒരു ആവറേജ് ഈ സെയിൽസ് തന്നെയാണ് ലഭിക്കുന്നത്. ഇനി നമ്മുടെ അടുത്ത വാഹനം, അതായത് 6th പൊസിഷനിൽ നിൽക്കുന്ന അടുത്ത വാഹനവും മഹീന്ദ്രയുടെ തന്നെയാണ്. സോ ടോട്ടൽ 20ൽ നോക്കുമ്പോൾ, അതായത് 20 ടോപ്പ് സെല്ലിംഗ് SUVസിൽ നോക്കുമ്പോൾ ഒരുപാട് മഹീന്ദ്ര വാഹനങ്ങൾ ഈ ഒരു കൂട്ടത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം മഹീന്ദ്രയ്ക്ക് ഒരുപാട് SUVs ഉണ്ട്, അതും ഒരു റീസൺ ആണ്. എനിവേ 6th പൊസിഷനിൽ നിൽക്കുന്ന ബൊലേറോയ്ക്ക് കഴിഞ്ഞ മാസം ടോട്ടൽ ലഭിച്ചിരിക്കുന്ന സെയിൽസ് 5744 യൂണിറ്റ്സിൻ്റെതാണ്. ആൻഡ് ബൊലേറോ എന്ന് പറയുന്ന ഒരു വാഹനം ഒരു ലാഡർ ഓൺ ഫ്രെയിം SUVയിൽ ലാഡർ ഓൺ ഫ്രെയിം പ്ലാറ്റ്ഫോമിൽ ബേസ് ചെയ്തിരിക്കുന്ന ഒരു ടിപ്പിക്കൽ ലൈഫ് സ്റ്റൈൽ വെഹിക്കിൾ തന്നെയാണ്. ആൻഡ് കൂടുതലും ഗ്രാമപ്രദേശങ്ങളിലും റൂറൽ ഏരിയാസിലും അതുപോലെ ഹില്ലി ഏരിയാസിലും ഒക്കെ കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നതും ഇത് തന്നെയാണ്. കാരണം മെയിൻ്റെനൻസ് വളരെ കുറവാണ് ആൻഡ് മെയിൻറ്റെയിൻ ചെയ്യാനും വളരെ എളുപ്പമാണ്.
ഇനി അടുത്ത വാഹനം 5th പൊസിഷനിൽ നിൽക്കുന്നത് കിയയുടെ സോണറ്റ് ആണ്. സോണറ്റിന് കഴിഞ്ഞ മാസം ടോട്ടൽ ലഭിച്ചിരിക്കുന്ന സെയിൽസ് 5963 ആണ്. ഐ മീൻ 5963 യൂണിറ്റ്സിൻ്റെതാണ്. സോ ഈ വെന്യൂവും സോണറ്റും ഒക്കെ എടുത്ത് നോക്കാനാണെങ്കിൽ ഈ വാഹനങ്ങളുടെ സെയിൽസിൽ അങ്ങനെ അധികം ഏറ്റക്കുറച്ചിലുകളൊന്നും വരുന്നില്ല. പ്രത്യേകിച്ച് മെയ് മാസത്തേക്ക് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സിമിലർ സെയിൽസ് ഫിഗർ തന്നെയാണ് ഈ രണ്ട് വാഹനങ്ങൾക്കും ലഭിച്ചിട്ടുള്ളത്. വെന്യൂവിനാണെങ്കിൽ ഏകദേശം 150-200 യൂണിറ്റ്സിൻ്റെ മറ്റോ അപ്ഷിഫ്റ്റ് മാത്രമേ അല്ലെങ്കിൽ ഒരു കൂടുതൽ സെയിൽസ് മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ. സോണറ്റിന് എനിക്ക് തോന്നുന്നു ഏകദേശം 50 യൂണിറ്റ്സോളം 50-100 യൂണിറ്റ്സോളം സെയിൽസ് കുറവാണ് സോണറ്റിന് മെയിൽ ഇതിനേക്കാളും ലഭിച്ചതെന്ന്. ഈ കൂട്ടത്തിൽ 4ാമത്തെ പൊസിഷനിൽ നിൽക്കുന്ന ടോപ്പ് സെല്ലിംഗ് SUV ടാറ്റയുടെ ഭാഗത്തു നിന്ന് വരുന്ന നെക്സോൺ ആണ്. നെക്സോണും ഒരു സബ് 4 മീറ്റർ കോമ്പാക്ട് SUV തന്നെയാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. നെക്സോണിന് കഴിഞ്ഞ മാസം ടോട്ടൽ ലഭിച്ചിരിക്കുന്ന സെയിൽസ് 8033 യൂണിറ്റ്സിൻ്റെതാണ്. സോ നെക്സോണും ശരിക്കും നെക്സോണ് കഴിഞ്ഞ മാസം, അതായത് ഞാൻ മെയിലാണ് ഉദ്ദേശിച്ചത്, മെയിലെയും ജൂണിലെയും വെച്ച് കമ്പയർ ചെയ്യാനാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഏകദേശം 2000 യൂണിറ്റ്സോളം സെയിൽസ് കൂടുതൽ നെക്സോണിന് കഴിഞ്ഞ മാസത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഐ മീൻ മെയിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലഭിച്ചിട്ടുണ്ട്. സോ എന്തായാലും നെക്സോൺ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് ജൂണിൽ. മറ്റുള്ള കോമ്പാക്ട് SUVs ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഐ തിങ്ക് സെക്കൻഡ് പൊസിഷനിൽ നിന്നിരുന്നത് നെക്സോൺ ആണെന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഐ ബട്ടണിൽ വല്ല അറ്റാച്ച് ചെയ്തേക്കാം. നിങ്ങൾക്ക് ആ വീഡിയോ വേണമെങ്കിൽ കാണാം. അത് കോമ്പാക്ട് SUVസിൻ്റെ സെയിൽസിനെ ബേസ് ചെയ്തിരുന്നൊരു വീഡിയോ ആയിരുന്നു. ഇനി നമുക്ക് നമ്മുടെ അടുത്ത വാഹനത്തിലേക്ക് വരാം. സെയിൽസിൻ്റെ കാര്യത്തിൽ 3rd പൊസിഷനിൽ നിൽക്കുന്ന വാഹനം കിയയുടെ ഭാഗത്തു നിന്ന് വരുന്ന സെൽട്ടോസ് ആണ്. സെൽട്ടോസ് 2019 ലോഞ്ച് ചെയ്തപ്പോൾ തന്നെ ഒരു മാസ്റ്റർ ബ്ലാസ്റ്റർ പ്രൊഡക്റ്റ് ആയിരുന്നു. ഐ മീൻ ബ്ലോക്ക് ബസ്റ്റർ പ്രൊഡക്റ്റ് ആയിരുന്നു സെയിൽസിൻ്റെ കാര്യത്തിൽ. ഇപ്പോഴും ഒട്ടും പുറകിലല്ല സെൽട്ടോസിൻ്റെ സെയിൽസ്. കഴിഞ്ഞ മാസം സെൽട്ടോസിന് ടോട്ടൽ ലഭിച്ചിരിക്കുന്നത് 8549 യൂണിറ്റ്സിൻ്റെ സെയിൽസ് ആണ്. സോ ഈ ഒരു മിഡ് സൈസ് SUV സെഗ്മെൻറ്റ് അല്ലെങ്കിൽ അബോവ് 4 മീറ്റേഴ്സിൽ വരുന്ന കോമ്പാക്ട് SUV സെഗ്മെൻറ്റ് ആണ് ഇപ്പോൾ കൂടുതലും ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഹുണ്ടായ് ക്രെറ്റയുടെയും അതുപോലെ കിയ സോണറ്റിൻ്റെയും ഐ മീൻ സെൽട്ടോസിൻ്റെ ഒക്കെ സെയിൽസ് വെച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ രണ്ട് വാഹനങ്ങളും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. സോ സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ഏതാണെന്ന് നിങ്ങൾക്ക് ഒബ്വിയസ്ലി മനസ്സിലായി കാണുമായിരിക്കും. നമ്മുടെ സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ഹുണ്ടായുടെ ക്രെറ്റ തന്നെയാണ്. ക്രെറ്റയ്ക്ക് കഴിഞ്ഞ മാസം ടോട്ടൽ ലഭിച്ചിരിക്കുന്ന സെയിൽസ് എന്ന് പറയുന്നത് 9941 യൂണിറ്റ്സിൻ്റെതാണ്. സോ എന്തായാലും ക്ലോസ് ടു 10,000 യൂണിറ്റ്സിൻ്റെ സെയിൽസ് ക്രെറ്റയ്ക്ക് കഴിഞ്ഞ മാസം ലഭിച്ചിട്ടുണ്ട്. ആൻഡ് ഒരു മിഡ് സൈസ് 5 സീറ്റർ SUV എന്ന പേരിൽ നോക്കുമ്പോൾ തീർച്ചയായിട്ടും വളരെ നല്ല സെയിൽസ് തന്നെയാണ് ക്രെറ്റയ്ക്ക് ലഭിച്ചിരുന്നത്. അതായത് എക്കാലത്തും ക്രെറ്റ ഒരു ബെസ്റ്റ് സെല്ലർ തന്നെയായിരുന്നു ഈ ഒരു സെഗ്മെൻറ്റിൽ. പ്രത്യേകിച്ച് ഈ വാഹനത്തിൻ്റെ സെക്കൻഡ് ജനറേഷൻ BS6 മോഡൽസ് കൂടി 2020 ലോഞ്ച് ചെയ്തതോടുകൂടി ഈ വാഹനം വീണ്ടും ടോപ്പ് സെല്ലിംഗ് ലിസ്റ്റിൽ കയറുകയുണ്ടായി. അതിനു മുമ്പ് ക്രെറ്റയുടെ സെയിൽസ് കുറച്ച് താഴത്തായിരുന്നു വെൻ കമ്പയർഡ് ടു ദി അതർ മോഡൽസ്, മറ്റുള്ള വാഹനങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഇപ്പോൾ വീണ്ടും ക്രെറ്റ ടോപ്പ് സെല്ലിംഗ് ലിസ്റ്റിൽ തന്നെ വരുന്ന വാഹനമാണ്. ആൻഡ് മിഡ് സൈസ് SUVയിൽ ഏറ്റവും കൂടുതൽ സെയിൽസ് വരുന്നത് ഹുണ്ടായ് ക്രെറ്റയ്ക്ക് തന്നെയാണ്. ഇനി ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന വാഹനം, ഈ ടോപ്പ് 20 SUVസിൻ്റെ സെയിൽസിൽ ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന മാരുതി സുസുക്കിയുടെ വിറ്റാര ബ്രെസയാണ്. ബ്രെസയ്ക്ക് ശരിക്കും വളരെയധികം സെയിൽസിൻ്റെ ഒരു അപ്ഷിഫ്റ്റ് അല്ലെങ്കിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട്. കാരണം ബ്രെസയ്ക്ക് കഴിഞ്ഞ മാസം ലഭിച്ചിരിക്കുന്ന ടോട്ടൽ സെയിൽസ് 12,833 യൂണിറ്റ്സിൻ്റെതാണ്. ആൻഡ് നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല, മെയിൽ ഈ വാഹനത്തിന് 2000-2500 ഇടയിൽ സെയിൽസ് മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ. ആൻഡ് അത് ബ്രെസയെ വെച്ച് കമ്പയർ ചെയ്യുമ്പം അല്ലെങ്കിൽ ബ്രെസ എന്ന ഒരു വാഹനത്തെ വെച്ച് നോക്കുമ്പം വളരെ കുറവായിരുന്നു. അക്കാലത്തെ എന്തായാലും വെച്ച് കമ്പയർ ചെയ്യുമ്പം തീർച്ചയായും ഏകദേശം 10,000-ഓളം യൂണിറ്റ്സ് ഈ വാഹനത്തിന് കൂടുതൽ സെയിൽസ് വന്നിട്ടുണ്ട് ഈ മാസത്തെ വെച്ച് നോക്കുമ്പോൾ. ഐ മീൻ ജൂണിൽ വെച്ച് നോക്കുമ്പോൾ. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ളൊരു സെയിൽസ് തന്നെയാണ് ബ്രെസയ്ക്ക് കഴിഞ്ഞ മാസം ലഭിച്ചിരിക്കുന്നത്, ഐ മീൻ ജൂണിൽ ലഭിച്ചിരിക്കുന്നത്. സോ ഗൈസ്, സെയിൽസ് ഫിഗറിൻ്റെ ബേസിസിൽ നോക്കുമ്പോൾ 2021 ജൂണിൽ ടോപ്പ് 20 സെല്ലിംഗ് SUVs 20 വാഹനങ്ങളായിരുന്നു. സോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് തന്നെ വിചാരിക്കുന്നു. ഈ 20 SUVs പറഞ്ഞതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട SUV ഏതാണ് എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തിക്കോളൂ. നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കൊടുത്തിരിക്കുന്ന ബെൽ ബട്ടൺ കൊണ്ട് പ്രസ് ചെയ്ത് അതോൾ നോട്ടിഫിക്കേഷൻസ് ആക്കി വെച്ചേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ലേറ്റസ്റ്റ് വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം നോട്ടിഫിക്കേഷൻ ആയിട്ട് തന്നെ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.